കാർഷിക വാർത്തകൾ. റബ്ബർ ടാപ്പിംഗ് നിലച്ചത് ഷീറ്റ് വരവിനെ ബാധിച്ചു. ആഗോള റബ്ബർ വിലയിൽ ഇടിവ്. ഏലം വില കുറയ്ക്കാൻ സംഘടിത ശ്രമം നടക്കുന്നതായി ആരോപണം. വിളവെടുപ്പ് വേളയിലും പച്ചതേങ്ങ ലഭ്യത ചുരുങ്ങിയത് ഡിമാൻഡ് ഉയർത്തി. കേരളത്തിലും തമിഴ്നാട്ടിലും പച്ചതേങ്ങ കൊപ്രവരവ് കുറവാണ്. മാസാരംഭമായതിനാൽ വെളിച്ചെണ്ണ വിൽപ്പന ചൂടുപിടിച്ചത് വിപണിക്ക് താങ്ങായി. മില്ലുകാരിൽ നിന്നുള്ള വർദ്ധിച്ച ഡിമാൻഡിൽ തമിഴ്നാട്ടിൽ കൊപ്ര ക്വിന്റലിന് സർവകാല റെക്കോർഡായ 18,100 രൂപയിലെത്തി. കൊച്ചിയിൽ കൊപ്ര 17,500 രൂപയിലും വെളിച്ചെണ്ണ 26,200 രൂപയിലുമാണ്. സംസ്ഥാനത്ത് റബ്ബർ ടാപ്പിംഗ് പൂർണ്ണമായി സ്തംഭിച്ചതിനാൽ വിപണികളിൽ ഷീറ്റ് വരവ് ചുരുങ്ങി. ടയർ കമ്പനികൾ 4ാം ഗ്രേഡിന് കിലോ 207 രൂപയും 5ാം ഗ്രേഡിന് 204 രൂപയുമാണ് രേഖപ്പെടുത്തിയത്. ഇതിനിടയിൽ വിദേശത്തെ തളർച്ചയും ആഭ്യന്തര റബ്ബറിന്റെ മുന്നേറ്റത്തിന് തിരിച്ചടിയായി. ബാങ്കോക്കിൽ റബ്ബർ കിലോ 201 രൂപയിലാണ്. അതേസമയം ഏഷ്യയിലെ പ്രമുഖ അവധി വ്യാപാര കേന്ദ്രങ്ങളെ ബാധിച്ച മാന്ദ്യം വിട്ടുമാറിയില്ല. അമേരിക്കൻ ഇറക്കുമതി തീരുവ വിഷയത്തിൽ ചൈനീസ് വ്യവസായികൾ റബ്ബർ സംഭരണം കുറച്ചത് ആഗോള റബ്ബറിനെ ബാധിച്ചു. തേക്കടിയിൽ ഏലക്ക ലേലത്തിൽ ആഭ്യന്തര വിദേശ വ്യാപാരികൾ മത്സരിച്ച് ചരക്ക് സംഭരിച്ചു. വരണ്ട കാലാവസ്ഥയിൽ ഇടപാടുകാർ പരമാവധി ചരക്ക് ശേഖരിക്കാൻ ഉത്സാഹിക്കുന്നുണ്ടെങ്കിലും ഉൽപ്പന്നവില താഴ്ത്താനാണ് ശ്രമം നടത്തിയത്. അതേസമയം വരും മാസങ്ങളിൽ ആകർഷകമായ വിലയ്ക്ക് ഏലയ്ക്ക് വിറ്റുമാറാനാവുമെന്ന കണക്കുകൂട്ടലിലാണ് ഉത്തരേന്ത്യയിലെ വൻകിട സുഗന്ധവ്യഞ്ജന സ്റ്റോക്കിസ്റ്റുകൾ. ലേലത്തിൽ മൊത്തം 50,874 കിലോ ഏലയ്ക്ക വിറ്റു. മികച്ച ഇനങ്ങൾ കിലോഗ്രാമിന് 2,997 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,704 രൂപയിലും കൈമാറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തുടർച്ചയായ 3ാം വർഷവും ഇന്ത്യൻ കാപ്പി കയറ്റുമതിയിൽ മുന്നേറ്റം. 46% വർധനയാണ് ഈ വർഷം രേഖപ്പെടുത്തിയത്. വിലക്കയറ്റം, ആഗോള ആവശ്യകത, ആഭ്യന്തര ഉൽപാദനത്തിലെ വർധന എന്നിവയിലൂടെയാണ് തുടർച്ചയായ 3ാം വർഷവും ഇന്ത്യയുടെ കാപ്പി കയറ്റുമതി മുന്നേറ്റം കാഴ്ചവെച്ചത്. 2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കാപ്പി കയറ്റുമതി $1.81 ബില്യൺ കടന്നു. മുൻവർഷത്തെ $1.28 ബില്യൺ 46% വർധനയാണിത്. കാപ്പി കയറ്റുമതി 1.56% വർദ്ധിച്ച് 3.89 ലക്ഷം ടണ്ണായി. 5 വർഷം മുൻപ് കയറ്റുമതി മൂല്യം $735 മില്യൺ ആയിരുന്നു. കോവിഡിന് ശേഷം കാപ്പി ഉപയോഗത്തിലുണ്ടായ വർധനയും പ്രധാന ഉൽപാദന രാജ്യങ്ങളായ ബ്രസീലിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നുള്ള ചരക്ക് വരവ് കുറഞ്ഞതുമാണ് ഇന്ത്യൻ കാപ്പി കയറ്റുമതിക്ക് തുണയായത്. കഴിഞ്ഞ 4 വർഷത്തോളമായി ഇന്ത്യയുടെ കാപ്പി ഉൽപാദനം സ്ഥിരമായി 3.5 ലക്ഷം ടണ്ണിൽ കൂടുതലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനീസ് വെളുത്തുള്ളിയുടെ നിയമവിരുദ്ധ ഇറക്കുമതി തടയാൻ കേന്ദ്ര സർക്കാർ നടപടികൾ ശക്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം പിടിച്ചെടുത്തത് 507 ടൺ വെളുത്തുള്ളി. ഇറക്കുമതി ഇനങ്ങളിൽ ഫംഗൽ ബാധ കണ്ടെത്തിയതിനെ തുടർന്നാണ് ചൈനീസ് വെളുത്തുള്ളിയുടെ ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചത്. എന്നാൽ നിയമങ്ങളെല്ലാം നിലനിൽക്കെ ചൈനീസ് വെളുത്തുള്ളി വിപണിയിലെത്തുന്നത് തുടരുകയാണ്. ഇറക്കുമതി തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 507 ടൺ ചൈനീസ് വെളുത്തുള്ളിയാണ് പിടിച്ചെടുത്തത്. 2005 സെപ്റ്റംബർ 6 മുതൽ ചൈനീസ് വെളുത്തുള്ളി ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയെന്നാണ് കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് താക്കൂർ ലോക്സഭയിൽ അറിയിച്ചത്. 2023-24 കാലയളവിൽ കസ്റ്റംസും റവന്യൂ ഇന്റലിജൻസും 546 ടൺ ചൈനീസ് വെളുത്തുള്ളി പിടിച്ചെടുത്തതായാണ് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന്റെ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിലെ കുരുമുളക് ഉൽപാദനം 10 വർഷം കൊണ്ടിടിഞ്ഞത് 20% എന്ന കണക്കുകൾ. കീടബാധ, പ്രളയം എന്നിവയാണ് തകർച്ചയ്ക്ക് കാരണം. കേന്ദ്ര കൃഷിമന്ത്രി രാംനാഥ് താക്കൂർ ലോക്സഭയിൽ അറിയിച്ചതാണിത്. വിളവ് 8 മുതൽ 10% വരെ കുറഞ്ഞതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് കുരുമുളക് കൃഷിയുടെ വിസ്തീർണം 2014-15 85,431 ഹെക്ടറായിരുന്നു. 2023-24 ഇത് 72,669 ഹെക്ടറായി. 15% കുറവ്. ഉൽപാദനത്തിൽ 25% ഇടിവ് സംഭവിച്ചു. അതായത് 40,690 ടണ്ണിൽ നിന്ന് 30,798 ടണ്ണായി കുറഞ്ഞു. കീടങ്ങളും തണ്ടുചെയ്യൽ പോലുള്ള രോഗങ്ങളുമാണ് ഇതിനു കാരണമെന്ന് മന്ത്രി പറഞ്ഞു. 2018-ലും 19-ലും ഉണ്ടായ വെള്ളപ്പൊക്കം കുരുമുളകിനെയും ബാധിച്ചു. പരിപാലനം കൃത്യമായി ലഭിക്കാത്തത് തുടർന്നുള്ള വർഷങ്ങളിലും നഷ്ടത്തിലേക്ക് നയിച്ചെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ഗോതമ്പ് സംഭരണത്തിൽ വൻ കുതിപ്പ്. 6 ലക്ഷം ടൺ അധിക സംഭരണത്തോടെയാണ് സീസണിന് തുടക്കമായിരിക്കുന്നത്.
മാർച്ച് 10 മുതലാണ് രാജ്യത്ത് ഗോതമ്പ് സംഭരണം ആരംഭിച്ചത്. രാജസ്ഥാനിലെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 6 ലക്ഷം ടൺ ഗോതമ്പ് അധികമാണ് ഇത്തവണ സംഭരിച്ചിട്ടുള്ളത്. ഉത്തർപ്രദേശിലെ ഗോതമ്പ് വരവ് മുന്നേറുകയാണ്. ഈ 2 സംസ്ഥാനങ്ങളിലെ സംഭരണം കണക്കിലെടുത്താൽ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെച്ച 313 ലക്ഷം ടൺ അതിവേഗം നേടാനാകുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയതാണ് രാജസ്ഥാനിൽ സംഭരണം കുതിക്കാൻ കാരണമായത്. മാർച്ച് 31 വരെ ഗോതമ്പിന്റെ മൊത്ത സംഭരണം 8.5 ലക്ഷം ടണ്ണായി ഉയർന്നിട്ടുണ്ട്. പോയ വർഷം ഇത് വെറും 2.5 ലക്ഷം ടണ്ണായിരുന്നു. അടിസ്ഥാന താങ്ങുവിലയായ 2425 രൂപയ്ക്ക് പുറമെ മധ്യപ്രദേശിൽ സംസ്ഥാന സർക്കാർ ക്വിന്റലിന് 175 ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ പാലുൽപാദന കമ്പനിയായ മിൽക്കി മിസ്റ്റും ഓസ്ട്രേലിയയിലെ മിൽക്ക് ലൈനും കൈകോർക്കുന്നു. പ്രതിദിനം 1 ലക്ഷം ലിറ്റർ പ്രീമിയം പാൽ വിതരണം ഉറപ്പാക്കുകയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഇരു കമ്പനികളും 3 വർഷത്തേക്കാണ് കരാർ. 400 കോടി രൂപയാണ് ഇടപാട് മൂല്യം. മിൽക്കി മിസ്റ്റും മിൽക്ക് ലൈനുമായുള്ള പങ്കാളിത്തത്തോടെ 10,000-ലധികം കർഷകർക്ക് ന്യായമായ വിലയും ഉയർന്ന പോഷകാഹാര കന്നുകാലി തീറ്റയും ഉറപ്പാക്കാനാകും. തമിഴ്നാട്ടിലെ 75 ഏക്കർ വിസ്തൃതിയുള്ള പൂർണ്ണമായും യന്ത്രവൽക്കരിച്ച പ്ലാന്റിൽ നിന്ന് മിൽക്കി മിസ്റ്റ് പ്രതിദിനം 15 ലക്ഷം ലിറ്റർ പാലിൽ നിന്നായി മൂല്യവർദ്ധിത പാലുൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നുണ്ട്. ഓസ്ട്രേലിയ ആസ്ഥാനമായുള്ള ഇന്നോടെറയുടെ ഡയറി ബ്രാൻഡാണ് മിൽക്ക് ലൈൻ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 207, RSS 5 204, ലാറ്റക്സ് 141, ജാതിക്ക 380, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 270, കാപ്പിക്കുരു 270, കൊക്കോ പരിപ്പ് 400, കുരുമുളക് ഗാർബിഡ് 72,500, കുരുമുളക് അൺഗാർബിഡ് 70,500, ഏലക്ക 2,700 മുതൽ 2,800 വരെ, വെളിച്ചെണ്ണ 26,100, കൊപ്ര 17,400, ചുക്ക് 22,500.